സഞ്ജു ഇല്ലാത്തത് ടീമിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സന്ദീപ് ശർമ്മയാണ്. നമുക്കറിയാം ആദ്യത്തെ 3 കളികളിൽ സഞ്ജു ക്യാപ്റ്റൻ അല്ലായിരുന്നു, അദ്ദേഹം ഡഗ്ഔട്ടിലിരിക്കുമായിരുന്നു, ബാറ്റിംഗ് ചെയ്യാൻ മാത്രമായിരുന്നു വരുന്നത്. സോ അങ്ങനെ അവിടെ ഒരു 2 മത്സരങ്ങളോളം ടീമിന് നഷ്ടമായി. അത് കഴിഞ്ഞ് സഞ്ജു തിരിച്ചു വന്നു, പിന്നെയും ഇഞ്ചുറി ആയിട്ട് പോയി. സോ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സന്ദീപ് ശർമ്മ പറയുന്നത് സഞ്ജു സാംസൻ്റെ കണ്ടിന്യൂസ് സേവനം ലഭിക്കാത്തത്, ടീമിൽ ലഭിക്കാത്തത് വലിയ തിരിച്ചടിയായി പോയെന്ന് സന്ദീപ് ശർമ്മ പറയുന്നുണ്ട്. സഞ്ജു വളരെ സ്മാർട്ടായിട്ടുള്ള വ്യക്തിയാണ്, പ്രത്യേകിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന കാര്യത്തിൽ. സോ സഞ്ജു ടീമിനകത്ത് ഇല്ലാത്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭാവം, പലപ്പോഴുമായിട്ട് ഇല്ലാതിരിക്കുന്ന അഭാവം ശരിക്കും ടീമിനെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സന്ദീപ് ശർമ്മ പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സഞ്ജു സാംസൺ, അതായത് ഈ മത്സരമല്ല കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസൺ 31 റൺസ് എടുത്ത് ഒരു റിട്ടയർഡ് ഹെഡായി പുറത്ത്. ഒരു പക്ഷേ സഞ്ജു സാംസൺ ആ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ടീമിന് വിജയിക്കായിരുന്നു എന്ന് തന്നെ അറിയാം. പിന്നെ ടീമിന് ഫിനിഷിങ് തീരെ പോരാ, കാരണം വിജയിക്കാവുന്നതിൻ്റെ അറ്റം വരെ വന്നിട്ടാണ് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടു പോകുന്നത്. പ്രത്യേകിച്ചും ധ്രുവ് ജുറൽ, ഷംറോൺ ഹെറ്റ്മെയർ തുടങ്ങിയ ബാറ്റ്സ്മാൻമാർ ടെയിൽ എൻഡ് വന്നിട്ട് പെർഫോം ചെയ്യുന്നത് വളരെ മോശം പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർക്ക് വേണമെങ്കിൽ ജയിപ്പിക്കാവുന്നതേ ഉള്ളൂ, ബട്ട് അവർക്ക് ആ ഒരു ബിഗ് ഹിറ്റ് അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് തന്നെ പറയണം. സോ എന്നാലും ഷംറോൺ ഹെറ്റ്മെയർ എന്തുകൊണ്ട് ബിഗ് ഹിറ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. പിന്നെ ധ്രുവ് ജുറലിനെ അതിന് വിട്ടേക്കാം, അതേ ഒരു ബിഗ് ഹിറ്റർ അല്ല എന്നെങ്കിലും പറയാം. സോ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ. എന്തായാലും സന്ദീപ് ശർമ്മ ഇപ്പോൾ ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുക സഞ്ജു സാംസൺ ഇല്ലാത്തൊരു വലിയൊരു പ്രശ്നമായി പോയെന്ന്.